പ്രധാനമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപിക്കെതിരെ വീണ്ടും മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. നേരത്തെ ഗണേഷ് നടത്തിയ വിമർശനത്തിൽ പ്രതിഷേധിച്ച് ബി.ജെ.പി. നടത്തിയ സമരത്തിന് പിന്നാലെയാണ് അദ്ദേഹം വീണ്ടും എത്തിയത്. ഓരോ കോമാളിത്തരം കാണിച്ചു വെച്ചിട്ട് ആരെങ്കിലും അത് വിളിച്ചു പറയുമ്പോൾ സുരേഷ് ഗോപിക്ക് പൊള്ളും. കൂടെയുള്ളവരെ അതിന്റെ പേരിൽ ഒന്ന് ഇളക്കി വിട്ട് തീ പിടിപ്പിച്ചാൽ കാര്യങ്ങൾ രസമായി ഗോപിക്ക്. നാറിയവനെ ചുമന്നാൽ ചുമക്കുന്നവനും നാറുമെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ആ അവസ്ഥയിലാണ് കേരളത്തിലെ ബി.ജെ.പി. പ്രസ്ഥാനത്തിന്റെ അവസ്ഥ. സുരേഷ് ഗോപിയെ തള്ളാനും വയ്യ, കൊള്ളാനും വയ്യ. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ ചില അല്പത്തരങ്ങളും കോമാളിത്തരങ്ങളും പരസ്യമായി വിളിച്ചു പറഞ്ഞതിന് ഗണേഷ് കുമാറിനെതിരെ കച്ചയും മുറുക്കി ഇപ്പോൾ കൊല്ലുമെന്നും തിന്നുമെന്നും ഒക്കെ പറഞ്ഞ് കുറെ ബി.ജെ.പി. അനുയായികൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങിയവരുടെ ഒക്കെ തോളിൽ കൈയിട്ട് കുശലം ചോദിച്ചപ്പോൾ വന്നവനും അറിയില്ല, നിന്നവനും അറിയില്ല എന്തിനാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന്. ഗതികേട് എന്നല്ലാതെ എന്തു പറയാൻ. ഇതൊക്കെ കണ്ട് ഗണേഷ് കുമാർ പേടിച്ച് മൂലയ്ക്കൊളിക്കുമെന്നോ സുരേഷ് ഗോപിയുടെ കാല് പിടിച്ച് സാഷ്ടാംഗം വീണ് മാപ്പ് പറയുമെന്നോ ഒക്കെ കരുതി കാണും. സിനിമയിലൊക്കെ അങ്ങനെയാണല്ലോ. നായകന് മുന്നിൽ വില്ലൻ ഒടുവിൽ തോറ്റു തുന്നം പാടി മാപ്പ് പറയണം. വീട്ടിലേക്ക് പ്രകടനം നടത്തിയവരോട് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ വന്നവർക്കൊന്നും അറിയില്ല എന്നും, തൊപ്പിയാണോ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് പറഞ്ഞു എന്നും വീണ്ടും സുരേഷ് ഗോപിയെ ട്രോളിക്കൊണ്ട് ഗണേഷ് കുമാർ പറഞ്ഞു. തൊപ്പി മാത്രമല്ല, പോലീസ് വേഷത്തിൽ സുരേഷ് ഗോപി ഒരു പരിപാടിക്ക് പോയിരുന്നുവെന്നും ആ സംഭവം വിവാദമായെന്നും കെ.ബി. ഗണേഷ് കുമാർ ചൂണ്ടിക്കാട്ടി. തൊപ്പി ഉണ്ടെന്ന് സമ്മതിച്ചല്ലോ എന്നും അതാണ് താൻ പറഞ്ഞതെന്നും മന്ത്രി വ്യക്തമാക്കി. തമാശ പറഞ്ഞാൽ ചിലർ അത് വൈരാഗ്യ ബുദ്ധിയോടെ കാണുന്നുവെന്ന വിമർശനവും ഗണേഷ് കുമാർ ഉന്നയിച്ചു. കുഞ്ചൻ നമ്പ്യാർ നേരത്തെ മരിച്ചത് നന്നായി, അല്ലെങ്കിൽ അദ്ദേഹം എത്രയോ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നേനെ എന്നും ഗണേഷ് കുമാർ പറയുന്നു. ഇത്തരം വ്യക്തിപരമായ ആക്രമണം എഴുതുന്നവൻ ജനിക്കുന്നതിന് മുന്നേ താൻ കേട്ടുകൊണ്ടിരിക്കുന്നതാണെന്നും രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ ഇതുപോലെയുള്ള രോഗികളുടെ ആക്രമണത്തിന് ഇരയാകുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. തുടർച്ചയായി രണ്ടാം ദിവസമാണ് തന്റെ ആദ്യ പ്രസ്താവനയിൽ വിശദീകരണം എന്ന പേരിൽ ഗണേഷ് സുരേഷ് ഗോപിയെ കടന്നാക്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ബി.ജെ.പി. സമരത്തെ ഗണേഷ് പരിഹസിച്ചിരുന്നു. പത്തനാപുരത്ത് നടന്ന ബി.ജെ.പി. സമരത്തെയാണ് ഗണേഷ് കുമാർ കളിയാക്കിയത്. പോലീസ് തൊപ്പിയെ പറ്റി പറഞ്ഞാൽ തൊപ്പിയല്ലേ തനിക്കെതിരെ സമരം ചെയ്യേണ്ടതെന്നായിരുന്നു ഗതാഗത മന്ത്രിയുടെ ചോദ്യം. ഇതിനൊക്കെ സമരം ചെയ്യുന്നത് മോശമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്നും അദ്ദേഹം നിലപാടെടുത്തിരുന്നു. സുരേഷ് ഗോപിക്ക് കട്ടു പറയേണ്ടത് ജനങ്ങളാണെന്ന ഗണേഷ് കുമാറിന്റെ വാക്കുകളാണ് ബി.ജെ.പിയെ ചൊടിപ്പിച്ചത്. കമ്മീഷൻ എന്ന സിനിമ റിലീസ് ചെയ്തപ്പോൾ കാറിനു പിന്നിൽ എസ്.പിയുടെ തൊപ്പി വെച്ചിരുന്ന ആളാണ് സുരേഷ് ഗോപി എന്നും, വർഷങ്ങൾക്ക് മുൻപ് ഭരത്ചന്ദ്രൻ IPS ആയി അഭിനയിച്ചപ്പോഴായിരുന്നു പോലീസ് തൊപ്പി കാറിന്റെ പിന്നിൽ സ്ഥിരമായി വെച്ചിരുന്നതെന്നും ഗണേഷ് പറഞ്ഞത് വിവാദമായിരുന്നു. ഈ സുരേഷ് ഗോപിയെ പിടിച്ച് കുറെ കാശുമൊഴുക്കി കേരള ബി.ജെ.പി. രാഷ്ട്രീയത്തിലേക്ക് ഇറക്കിയ അന്ന് തുടങ്ങിയതാണ് ബി.ജെ.പിക്കാരുടെ കഷ്ടകാലം. കേരളത്തിൽ സുരേന്ദ്രനും ശോഭയും അടക്കം കുറെ പേർ മോദിക്ക് വേണ്ടി തെറികേട്ട് മടുത്തു കിടന്നിരുന്നതാണ്. അത് അവരിൽ തന്നെ ഒതുങ്ങി നിൽക്കുമായിരുന്നു. സുരേഷ് ഗോപി വന്നതോടെ അത് കേരളം വിട്ട് മോദിയുടെ ചെവിയിൽ വരെ ചെന്ന് കേരളത്തിലെ ജനങ്ങൾ ഗതികെട്ട് പറയാൻ തുടങ്ങി. അമ്മാതിരി ഐശ്വര്യമാണ് സുരേഷ് ഗോപി വന്നതിനു ശേഷം കേരളത്തിലെ ബി.ജെ.പിക്കാർക്ക്. ഇനി ശരിക്കും പൊട്ടനാണോ അതോ പൊട്ടനായി അഭിനയിക്കുന്നതാണോ? കാഴ്ചക്കാർക്ക് ഇത് രണ്ടും അറിയില്ലെങ്കിലും സുരേഷ് ഗോപി നല്ല അസലായി സമൂഹ മാധ്യമത്തിൽ നാറുന്നുണ്ട്. അതിന്റെ ദുർഗന്ധം അങ്ങ് കേന്ദ്രത്തിൽ വരെ അടിക്കുന്നുമുണ്ട്.